നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നർമ്മവും നന്മയും നിറഞ്ഞ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങാൻ ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കണ്ണിനും മനസ്സിനും വിരുന്നായി വരുന്ന നമ്മുടെ കൂട്ടുകാരിതാ റെഡി. കാട്ടിലെ കൂട്ടുകാർ. കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മുടെ കാര്യങ്ങളൊക്കെ വിജയിച്ചല്ലോ. ശരിയാ, എത്ര പേര് ശ്രമമായിട്ട് നമ്മുടെ ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് തുടങ്ങാൻ സാധിച്ചു. അതെ അതെ, സാറിന്റെ സഹായം നമുക്ക് വളരെ മുതൽക്കൂട്ടായി. ശരിയാ. നമ്മുടെ ഏത് പ്രശ്നങ്ങളിലും പരിഹാരം കാണുന്നത് സാറല്ലേ? സാറ് നമ്മുടെ കൂട്ടത്തിലുള്ളത് നമുക്ക് ഭയങ്കര ആത്മവിശ്വാസമായി തരണേ. പാലിയേറ്റീവിന്റെ ഉദ്ഘാടനം നടത്തിട്ട് വേണം പൊതുരംഗത്ത് സജീവമാകാൻ. അതെ, രോഗികളെ പാലിയേറ്റീവ് സെന്ററിൽ എത്തിക്കണം, എന്നിട്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം. അതെ, ഗംഭീര വളരെ പോസിറ്റീവായാണല്ലോ സംസാരിക്കുന്നത്. അതേ മോട്ടു, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുന്നതിൽ സന്തോഷം കണ്ടെത്തണ്ടേ? അതെ അതെ, ശരിയാ. നമുക്ക് ആരെങ്കിലും എപ്പോഴെങ്കിലും സഹായമായി എത്തണമെങ്കിൽ നമ്മളും എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് സത്യ. നമ്മുടെ ഈ പ്രവർത്തനം അനേകായിരം ആളുകൾക്ക് സഹായമായി മാറും. ആ പറഞ്ഞത് ശരിയാ. മക്കളെ, ഉദ്ഘാടന പരിപാടികൾ അതിഗംഭീരമായിരുന്നു. ഇനി നിങ്ങളുടെ പ്രവർത്തന മേഖല ഇതിനേക്കാൾ ഗംഭീരമായിരിക്കണം. തീർച്ചയായിട്ടും സാറേ, ഞങ്ങളുടെ മനസ്സും ശരീരവും ഈ സന്നദ്ധ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെച്ച് കഴിഞ്ഞു. അതെ സാറേ. കൊള്ളാം മക്കളെ, നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമുക്ക് അതിനുള്ള നന്മ ഈശ്വരനിൽ നിന്ന് ലഭിക്കും. സാറേ, അടുത്ത ആഴ്ച മുതല് വീടുകളിൽ പോയി പരിചരണം തുടങ്ങും. വളരെ നല്ലത്. ഇവിടെ നടന്നെത്താൻ പറ്റാത്തവർക്ക് വീടുകളിൽ പരിചരണം കൊടുക്കുന്നതാ നല്ലത്. ഇവിടെ എത്താത്തവരെ നമുക്ക് വണ്ടിക്ക് കൊണ്ടുവരാമെന്നേ. അയ്യോ, അതിന് വളരെ പണച്ചെലവില്ലേ പപ്പി? സാറേ, പണം നമുക്ക് പിരിച്ചെടുക്കാം സാറേ. ഓ, അതൊക്കെ നടക്കുമോ? പിന്നെ പണം പിരിക്കുന്ന കാര്യം ഞാനും കോരും നോക്കിക്കൊള്ളാം. അതെ, അതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളിൽ എത്തിക്കും. പണമിടപാടാ കാര്യം. അതെ സാറേ, ഞങ്ങള് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാമെന്നേ. പണത്തിന്റെ കാര്യം ഇതുകൊണ്ട് സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. സാറേ, ഞങ്ങളല്ലേ പറയുന്നത്, പണത്തിന് കൃത്യമായ കണക്കും ഓഡിറ്റിങ്ങും ഒക്കെ ഉണ്ടാകുമെന്നേ. ശരി ശരി, പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകരുത്. സാറ് ധൈര്യമായിട്ടിരിക്കെ. നമുക്ക് ഈ പാലിയേറ്റീവ് സെന്റർ നല്ല രീതിയിൽ നടത്തണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഈ പ്രവർത്തനം ഗംഭീരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയും. ശരി സാറേ, തീർച്ചയായും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കും. യാതൊരു അതെ അതെ, സംശയമില്ല. ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും സാറേ. ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും. അയ്യോ, എന്റെ അമ്മോ. കഴിഞ്ഞു ചേട്ടാ. അയ്യോ, ഒക്കെ സുഖാവും. പതുക്കെ പതുക്കെ കുട്ടി, പതുക്കെ. അങ്ങനെ ശോ. ഓ, ആശ്വാസായി. അങ്ങനെ
പിന്നെ ചേട്ടാ ഇനി അടുത്ത ദിവസം വന്ന് ഒന്നുകൂടി ഡ്രസ് ചെയ്യണം കേട്ടോ. ആയിക്കോട്ടെ. ശരി മോനെ. ചേട്ടാ ദേ ഈ മരുന്നേ 3 നേരം കഴിക്കണം, ഭക്ഷണത്തിന് മുമ്പ്. ആയിക്കോട്ടെ. ശരി ശരി മക്കളെ. ദാ. അപ്പൊ ഇതും ആയിക്കോട്ടെ. പതുക്കെ, പതുക്കെ. നിങ്ങൾക്കൊക്കെ പൂറ് പുണ്യം കിട്ടൂട്ടാ. നോക്കി അതെ, നോക്കി പിടിച്ച്. വീഴാണ്ട് നോക്കണം കേട്ടോ. വീഴല്ലേ. ശരി ശരി. എന്താ അങ്ങനെ ഈശ്വര. എന്തുമാത്രം രോഗികളാ. പപ്പീസേ കണക്കൊക്കെ ശരിയാണല്ലോ അല്ലേ? പഴയ സ്വഭാവം കാണിക്കല്ലോ പപ്പീസ്. ഗംഭീറിന്റെ ഈ അവാർഡ് കാര്യം ഇപ്പോഴാണ് കളക്ടർ എന്നെ വിളിച്ചു പറഞ്ഞത്. ആ ഈ അവാർഡ് ഞാൻ മുൻപേ പ്രതീക്ഷിച്ചതാണ്. ശരിയാ സാറേ, ഇത്രയും കാലം നമ്മൾ ചെയ്ത പ്രവർത്തനത്തിന് കിട്ടിയ അംഗീകാരം. അവൻ അതിന് അർഹതയുണ്ട്. എങ്കിലും ഈ വാർത്ത അറിയിക്കാൻ നമ്മുടെ ഗംഭീർ എത്തിയില്ലല്ലോ. അത് ശരിയാ. സാറേ തീരെ അവശതയിലായ ഒരു രോഗിയെ കാണാൻ വീട്ടിൽ പോയതാ. അതെ അതെ. ഈ വർഷത്തെ ഏറ്റവും നല്ല വളണ്ടിയറായി ഗംഭീർ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ നമുക്ക് അഭിമാനിക്കാം. അതെ അതെ. പറഞ്ഞത് ശരിയാണ് സാർ. കറക്റ്റ്. ഗംഭീറിനെ ആദരിക്കുന്ന ചടങ്ങിൽ നമ്മളെല്ലാവരും പങ്കെടുക്കണം. എന്താ അതെന്ത് പറച്ചില്ല, എന്തായാലും നമുക്ക് പങ്കെടുക്കണം. ഈ സന്തോഷ വാർത്ത എത്രയും പെട്ടെന്ന് ഗംഭീറിനെ അറിയിക്കണം. അതൊക്കെ ഞങ്ങൾ ഏറ്റു സാറേ. പക്ഷേ നാളെ പത്രത്തിൽ വരുമല്ലോ ഈ വാർത്ത. തീർച്ചയായും. എങ്കിൽ നമുക്ക് പാലിയേറ്റീവിന്റെ മീറ്റിംഗിന് കാണാം. ശരി സാറേ. ഓക്കെ ഓക്കെ സാറേ. ആ, മക്കളെ, നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഈ വർഷത്തെ ഏറ്റവും നല്ല വളണ്ടിയറായി തെരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ പാലിയേറ്റീവ് കെയർ സെന്ററിലുള്ള ഗംഭീറാണ്. താങ്ക് യു സർ. ഈ പാലിയേറ്റീവിന്റെ അമരക്കാരനായ ഗംഭീറിന് എല്ലാവിധ അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിലാണ്. ഇനി നമ്മുടെ പ്രവർത്തന റിപ്പോർട്ടും കണക്കവതരണവുമാണ്. കണക്ക് അവതരിപ്പിക്കുന്നതിന് വേണ്ടി പപ്പീസിനെ ക്ഷണിക്കുന്നു. മൊത്തം വരവ് 1,20,000 രൂപ. ചെലവ് 54,000. അപ്പം ബാക്കി ചെലവ് കഴിച്ച് ബാലൻസ് 66,000 രൂപ. ആ, അപ്പോഴേ ബാലൻസ് വേണം കമ്മിറ്റിക്ക് വെക്കണം പപ്പീസ്. സാറേ ബാക്കി പണം ഗംഭീറിന്റെ കൈവശമാ ഉള്ളത്. ഓഹോ, എന്റെ കൈവശം അത് ഇന്നലെ ഞങ്ങൾ ഒരുമിച്ചല്ലേ ബാക്കി എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ദേ നോണം പറയരുത് കേട്ടോ. എന്നോട് ഏൽപ്പിച്ചു. ഓ നിർത്ത് നിർത്ത് ആ, നിർത്ത്. ഇരിക്കി, എല്ലാവരും അവിടെ ഇരിക്കി. അവിടെ ഇരിക്ക് പപ്പീസേ. നിങ്ങൾ ഇങ്ങനെ കശപിച്ച കൂടാതെ അടുത്ത ആഴ്ച ഒരു യോഗം കൂടി വിളിക്കും ഞാൻ. അതിലെല്ലാം തീരുമാനമാക്കണം. പണം ആരുടെ കയ്യിലാണെങ്കിലും ഇവിടെ കൊണ്ടുവരണം. അതെ. ആ, ഇന്ന് തൽക്കാലം പിരിയാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പപ്പീസ് അടുത്ത ആഴ്ച കണക്ക് കൃത്യമായി കൊണ്ടുവന്നിരിക്കണം. ശരി. ഞാനിപ്പോ എവിടുന്ന് എടുത്തുണ്ടാക്കാനാ? കണക്ക് പുസ്തകത്തിലുണ്ട്, പക്ഷേ ബാക്കി പണം ഛേ, ആ പപ്പീസും കോരും ഇമ്മാതിരി പണി ചെയ്യുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വേറെ കുറച്ച് പണമൊന്നുമല്ല, 60,000 രൂപയുടെ മേലെയാ ആ പാപം ഗംഭീറിന്റെ മേൽ കെട്ടിവെക്കാൻ നോക്കിയത്. പാവം ഗംഭീർ ഇത്രയും പണം എങ്ങനെ ഉണ്ടാക്കാനാ? പിരിച്ച പണം തിരുമറി നടത്ത, എന്നിട്ട് ഗംഭീറിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക. കൊള്ള ഐഡിയ. ആ, എന്താണിത്? എന്താ ഇത്? നോക്കി നോക്ക് നോക്ക്. പാലിയേറ്റീവിനെ കുറിച്ചാണല്ലോ. പാലിയേറ്റീവ് അഴിമതി വീരൻ. ഇത് ആരെ കുറിച്ചാണെന്നറിയോ? ഷോ, കഷ്ടമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, പാവം ഗംഭീറിനെ കൊടുക്കാൻ അവന്മാർ ഒപ്പിച്ചതാട്ടോ ഇത്. നേരാ അവാർഡ് വാങ്ങാൻ അടുത്ത ദിവസമാ ഗംഭീറിന് പോകേണ്ടത്. അവനെ താറ്റിക്കാനുള്ള പുറപ്പാടാ. കഷ്ടം തന്നെയാ ഇവരുടെ കാര്യം. കഷ്ടം. ഓട്ടെ, കരയാതെ ഗംഭീർ, കരയാതെ. നമുക്ക് എല്ലാറ്റിനും പരിഹാരമുണ്ടാക്കാം. എന്നാലും സാറ് ഞാൻ ഗംഭീർ, ഞാൻ പറയുന്നത് കേൾക്ക്. ഗംഭീറിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാനാ ഗംഭീർ ഈ പണം പാലിയേറ്റീവിന്റെ കമ്മിറ്റിയിൽ വെക്കണം. സാറേ, ഞാൻ കാരണം ആ പപ്പീസും കോരും തെറ്റുകാരായില്ല. അപ്പൊ ഗംഭീറിന് സ്വന്തം തെറ്റ് മനസ്സിലായി. അതെ സാറേ, ഈ പാലിയേറ്റീവ് യൂണിറ്റ് യഥാർത്ഥ വളണ്ടിയർമാർ ഞാനല്ല, പപ്പീസും കോരുക. കരയാതെ ഗംഭീർ, കരയാതെ. സാറേ, അവര് കൊണ്ടുതരുന്ന പണം ഞാൻ എന്റെ ആവശ്യങ്ങൾക്ക് ചെലവാക്കി.
ഞാൻ എന്നിട്ട് പണം വാങ്ങിയില്ല, അത് കള്ളം പറഞ്ഞു. എല്ലാം എനിക്ക് മനസ്സിലായി ഗംഭീർ. പപ്പീസിനെയും കോരുവിനെയും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ മറ്റാരും ഇത് അറിയണം. ഗംഭീർ ഒരു പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലാണ്. അത് മറക്കരുത്. ഗംഭീർ ചെയ്ത തെറ്റ് തിരിച്ചറിയാൻ ഗംഭീർ കാണിച്ച ഈ മനസ്സ്, അത് മാത്രം മതി. സാറേ, ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് തിരുത്തണം. എനിക്ക് നല്ലവനായി ജീവിക്കണം സാറേ. ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യില്ല, തീർച്ച. മതി മോനെ, മതി. മോൻ വീട്ടിലേക്ക് ചെല്ലേ. നാളെ നമുക്ക് അവാർഡ് ഏറ്റുവാങ്ങാൻ പോകാനുള്ളത്. അവാർഡ്? ഞാൻ? ഗംഭീർ തന്നെയാണ് അവാർഡിന് അർഹൻ. തീർച്ചയായും നാളെ നമ്മൾ പോകുന്നു, അവാർഡ് ഏറ്റുവാങ്ങുന്നു. ഓക്കെ, ചെല്ലേ. ചെല്ല് ഗംഭീർ, സമാധാനമായിട്ടിരിക്കും. കാട്ടിലെ കൂട്ടുകാർക്ക് ശേഷം മറ്റൊരു കൂട്ടുകാരൻ ഇതാ നമ്മെ കാത്തിരിക്കുന്നു. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കു, ഇന്ന് എന്തോ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ. അങ്കിൾ, ആ, ഇന്നാണ് എൻ്റെ സ്കൂളിൽ വരേണ്ടത്. നിന്റെ സ്കൂളിൽ വരേണ്ടത് ഇന്നാ അല്ലേ? എന്താ ഇന്ന് സ്കൂളിൽ പ്രത്യേകിച്ച് പരിപാടി? അങ്കിൾ, ആ, ഇന്ന് ഒരു അനുമോദന സമ്മേളനം ഉണ്ട്. അനുമോദന സമ്മേളനം ഉണ്ടോ? ആർക്കാ അനുമോദനം കൊടുക്കുന്നത്? ഞങ്ങളുടെ സ്കൂളിൽ നിന്നും ആ, ഓടി ജയിച്ച കുട്ടികൾക്ക്. ഓ, അത് ശരി. നിങ്ങളുടെ സ്കൂളിൽ നിന്നും കുട്ടികൾ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ പോയി അല്ലേ? അതെ. അവർക്ക് സമ്മാനം കിട്ടി. അപ്പോൾ അതിന് അവരെ അനുമോദിക്കുന്ന ഒരു സമ്മേളനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതെ അങ്കിൾ. ഓ, അത് ശരി. അവരുടെ മാതാപിതാക്കൾക്കൊക്കെ എന്ത് സന്തോഷമായിരിക്കും അല്ലേ? അവരുടെ മക്കൾ വന്ന് സമ്മാനങ്ങൾ വാങ്ങുകയും അവരെക്കുറിച്ച് അനുമോദനത്തിൻ്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്യുന്നത്. അതെ അങ്കിൾ, തീർച്ചയായിട്ടും അങ്കിൾ വരണം. ഓക്കെ, അങ്കിൾ വരാം. പക്ഷേ ഇത് കേട്ടപ്പോഴാണ് പണ്ട് ഇംഗ്ലണ്ടിൽ നടന്ന ഒരു അനുമോദന സമ്മേളനത്തെക്കുറിച്ച് അങ്കിളിൻ്റെ മനസ്സിലേക്ക് ഓർമ്മയിൽ വരുന്നത്. അതെന്താ അങ്കിൾ? ആ സമ്മേളനം വിളിച്ചു കൂട്ടിയത് രാജ്ഞിയായിരുന്നു. എന്തിനാണെന്നറിയാമോ? എന്തിനാ അങ്കിൾ? അവിടെ വലിയൊരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ അവർ ജയിച്ചു. ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഭടന്മാർക്ക് വേണ്ടി ഒരുക്കിയ വലിയൊരു സമ്മേളനമായിരുന്നു അത്. അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ രാജ്ഞി കരുതിയിരുന്നു. ഈ സമ്മാനങ്ങൾ സ്വീകരിക്കുവാനായിട്ട് ഓരോ ഭടന്മാരും സ്റ്റേജിലേക്ക് കയറി വന്നു. എങ്ങനെയുള്ള വ്യക്തികളാണെന്നറിയാമോ? എങ്ങനെയുള്ള അങ്കിൾ? ഈ യുദ്ധത്തിൽ കൈപോയ ഭടന്മാരുണ്ട്, കാല് നഷ്ടപ്പെട്ട ഭടന്മാരുണ്ട്. എന്നാൽ ഈ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അവരുടെ സങ്കടമെല്ലാം തീരും. അങ്ങനെ ഓരോരുത്തരായിട്ട് സ്റ്റേജിലേക്ക് കയറി വന്നു, സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. എന്ത് സന്തോഷമല്ല അങ്കിൾ? തീർച്ചയായിട്ടും. അവർ ആ സമ്മാനങ്ങൾ, വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങിയപ്പോൾ അവരുടെ വേദനയെല്ലാം അവർ മറന്നു. ഏറ്റവും ഒടുവിൽ ഒരു വ്യക്തിയെ 4 പേർ ചേർന്ന് ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. ആ വ്യക്തി ആരാണെന്നറിയാമോ? ആരാ അങ്കിൾ? ആ യുദ്ധത്തിൽ പങ്കെടുത്ത് കൈയും കാലും നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തി. അയ്യോ അങ്കിൾ, വല്ലാത്ത കഷ്ടമായല്ലോ. അദ്ദേഹത്തിന് ഈ രാജ്ഞി എന്ത് സമ്മാനമാണ് നൽകുക അതറിയാനായിട്ട് ആളുകൾ വളരെ ആകാംക്ഷയോടെ നോക്കി നിന്നു. ഈ രാജ്ഞി കൊടുത്ത സമ്മാനം എന്താണെന്നറിയാമോ? എന്താ അങ്കിൾ? രാജ്ഞി പതിയെ അയാളുടെ അടുക്കിലേക്ക് ചെന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നല്ലൊരു ഉമ്മ അദ്ദേഹം കൊടുത്തു. ആളുകൾക്കെല്ലാം അതൊരു വലിയ അതിശയമായി. അവിടെയുള്ള ഭടന്മാർക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം അത് തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് ആ സമ്മാനം രാജ്ഞിയിൽ നിന്നും തനിക്ക് കിട്ടിയത്? തൻ്റെ ജീവൻ പോലും കൊടുക്കുവാൻ തയ്യാറായി. തീർച്ചയായിട്ടും തൻ്റെ ജീവൻ പോലും കൊടുക്കുവാൻ താൻ തയ്യാറായിരുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാവുന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ആളുകൾ നമ്മെ നിന്ദിക്കാം, പരിഹസിക്കാം. പക്ഷേ അതിനെല്ലാം പ്രതിഫലമുണ്ട്. അത് നാം മറക്കുവാനായിട്ട് പാടില്ല. ഓക്കെ അങ്കിൾ, എനിക്ക് മനസ്സിലായി. അപ്പം നാമും ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കുക? കൂട്ടുകാരെ, ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും നമുക്ക് സമർപ്പിക്കാം. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു അങ്കിൾ.
ഓക്കെ ബൈ. ഹായ്. ഇനി ആശംസകളും നിർദ്ദേശങ്ങളും കൈമാറാനുള്ള സമയം. കത്തുകൾ അയക്കേണ്ട വിലാസം ഞങ്ങളുടെ വിലാസം ദ പ്രൊഡ്യൂസർ ജീസസ് കിഡ്സ് ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു വാരം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.